മനസ്സിന് ഒരു സമാധാനവും ഇല്ല. ഞാൻ കൂടി പോയാൽ ആ വീട്ടിൽ രാത്രിയോളം ഒറ്റയ്ക്ക് എങ്ങനെ കഴിയും? അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. വേണ്ട ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാം. നീ ഇപ്പൊ പോകുന്നുണ്ടോ? ഇല്ലേ വണ്ടി പോകും, മണി 8. ചേട്ടൻ എന്നാ വീട്ടിലേക്ക് വരുന്നത്? ആ ഞാൻ തോന്നുമ്പോ വന്നോളാം. ചേട്ടാ, അവളൊരു പാവ കേട്ടോ. ആ സുഷമ അവൾ വളരെ വിഷമിച്ചാ പോയത്. ഒറ്റയ്ക്കാക്കിയിട്ട് പോയതിൽ അവൾക്ക് വലിയ വിഷമം. അല്ല, ഒറ്റയ്ക്കിരിക്കാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാ. എനിക്ക് പോലും എന്റെ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാൻ വലിയ പ്രയാസമാണ്. ആ നിലയ്ക്ക് എനിക്ക് മനസ്സിലായിക്കൂടെ? ഏതായാലും ഒറ്റയ്ക്ക് ഈ വീട്ടിൽ കഴിയുന്നത്, അതും രാത്രിയില്, അത്ര ശരിയല്ല. മാത്രമല്ല, ഒരാൾ കൂടി കഴിയാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ എന്റെ സ്വാതന്ത്ര്യം കൊണ്ട് ഒരു തീരുമാനമെടുത്തു. പ്രയാസമൊന്നും തോന്നരുത്. മാസം 25 രൂപ കൊടുത്താൽ മതിയോ? കുഞ്ഞുകുട്ടിപ്പിള്ളേ, ഇങ്ങനെ ഇതാണ് ജയന്തി. കാര്യമെല്ലാം പറഞ്ഞിട്ട് അകത്തേക്ക് വിളിക്കാമെന്ന് കരുതി ഞാൻ അവരെ പുറത്തു നിർത്തുകയായിരുന്നു. അടുത്തുള്ള തീപ്പെട്ടി കമ്പനിയില്ല കുഞ്ഞുകുട്ടിപ്പിള്ളയ്ക്ക് ജോലി. എന്നോടവർ പറഞ്ഞത് രാത്രികാലങ്ങളിൽ തീരെ ഉറക്കമില്ലെന്ന്. ആ നിലയ്ക്ക് ജയന്തിക്ക് പറ്റിയ കൂട്ടായിരിക്കും. വരട്ടെ, അകത്തേക്കല്ലോ. ആ പിന്നെ ഓഫീസിലെ ലീവിന്റെ കാര്യം ഓർത്ത് വിഷമിക്കുകയും വേണ്ട. തൽക്കാലം ജയന്തിക്ക് ആവശ്യം മാനസികമായ വിശ്രമമാണ്. ഗുഡ് നൈറ്റ്.